ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSER നെറ്റിനും അതുപോലെ തന്നെ സെറ്റ് എക്സാമിനും സാധ്യതയുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ് ഓഫ് മോളിക്യൂൾസ്. 3 മോളിക്യൂൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 4 ഓപ്ഷനും. ഫസ്റ്റ് ഓപ്ഷൻ NF3 ഗ്രേറ്റർ ദാൻ NH3 ഗ്രേറ്റർ ദാൻ H2O. സെക്കൻഡ് ഓപ്ഷൻ NH3 ഗ്രേറ്റർ ദാൻ NF3 ഗ്രേറ്റർ ദാൻ H2O. തേർഡ് ഓപ്ഷൻ H2O ഗ്രേറ്റർ ദാൻ NH3 ഗ്രേറ്റർ ദാൻ NF3. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ H2O ഗ്രേറ്റർ ദാൻ NF3 ഗ്രേറ്റർ ദാൻ NH3. ഇനി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പോലെ തന്നെ 3 മോളിക്യൂൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ H2O, NH3 ആൻഡ് NF3. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി 3ൻ്റെയും സ്ട്രക്ചർ നമുക്ക് അറിഞ്ഞിരിക്കണം, ജോമെട്രി. അപ്പോൾ നോക്കുക, വാട്ടറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബെൻഡ് ഷേപ്പാണ് അല്ലേ. 2 ബോൺ പെയറും അതുപോലെ തന്നെ 2 ലോൺ പെയറും. ഇനി NH3 ഷേപ്പ് എന്ന് പറയുന്നത് പിരമിഡൽ ഷേപ്പാണ്. 3 ബോൺ പെയറും 1 ലോൺ പെയറും. NF3 സെയിം ഷേപ്പാണ്. 3 ബോൺ പെയർ 1 ലോൺ പെയർ. ഇനി ഇവിടുത്തെ ആദ്യത്തെ 2 കേസ് എടുക്കുക. ആദ്യത്തെ 2 കേസ് എന്ന് പറയുന്നത് അവിടെ ബോണ്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജനുമായിട്ടാണ്. ഓക്സിജൻ ഹൈഡ്രജനുമായിട്ട്, നൈട്രജൻ ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും കമ്പയർ ചെയ്ത് പറയാം. ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പയർ ടു നൈട്രജൻ. നൈട്രജനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജനും ഓക്സിജൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് പെയറിനെ ഓക്സിജൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് നിർത്തുന്നു, 2 എണ്ണം. ഇനി ഇവിടുത്തെ ഡൈപോളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് കേസ് NH3യുടെ കേസിൽ നൈട്രജൻ ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, പക്ഷേ ഓക്സിജനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ നൈട്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. ഇവിടെ ലാർജ് ആയിരിക്കും. ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഇവിടെ ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. ഇവിടെ നൈട്രജൻ അല്ല, ഹൈഡ്രജൻ ആണ്. യെസ്. ഇനി അതുകൊണ്ട് എന്നാലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ നൈട്രജൻ ആയതുകൊണ്ട് തന്നെ നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ട് പെയറിനെ നൈട്രജൻ്റെ അടുത്തേക്ക് നൈട്രജൻ അടുപ്പിച്ച് നിർത്തുന്നു. ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൈപോളിൻ്റെ ഡയറക്ഷൻ ടോപ്പിലേക്കായിരിക്കും. ഇനി ഈ 2 കേസിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലായിരിക്കും NF3 വരുന്നത്. ഇവിടെ ഹൈഡ്രജന് പകരം ഫ്ലൂറിനാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കേസിനെ അപേക്ഷിച്ച് ഹൈഡ്രജന് പകരം ഫ്ലൂറിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലൂറിൻ ഇസ് ദ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അതുകൊണ്ട് തന്നെ നൈട്രജൻ ഫ്ലൂറിൻ ബോണ്ട് പെയറിനെ ഫ്ലൂറിൻ്റെ അടുത്തേക്കായിരിക്കും വലിച്ചു നിർത്തുക. ഓക്കെ. എന്നാൽ ആദ്യത്തെ 2 കേസിൽ എങ്ങനെയായിരിക്കും? ഓക്സിജനിലേക്കും നൈട്രജനിലേക്കും ഇലക്ട്രോൺ പെയറിനെ അല്ലെങ്കിൽ ബോണ്ട് പെയറിനെ അടുപ്പിച്ച് നിർത്തുന്നു. എന്നാൽ ഇവിടെ നൈട്രജൻ ഫ്ലൂറിൻ ബോണ്ടിനെ ഫ്ലൂറിൻ്റെ അടുത്തേക്കായിരിക്കും അടുപ്പിച്ച് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡൈപോമൻ്റ് ടോപ്പിലേക്ക് ആയതുകൊണ്ട് തന്നെ ഡൈപോമിൻ്റെയും ഈ ബോണ്ട് പെയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും ഡൈപോൾമെൻറ്റ് കുറവായിട്ടുള്ള മോളിക്യൂൾ എന്ന് പറയുന്നത് NF3 ആയിരിക്കും. NF3 ഇസ് ദ ലെസ്സർ ഡൈപോൾ മൊമെന്റ് മോളിക്യൂൾ. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ നോക്കുമ്പോൾ C ഓപ്ഷൻ, 3ാമത്തെ ഓപ്ഷൻ മാത്രമേ NF3 ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ C ആയിരിക്കും കറക്റ്റ്. ദെൻ അതുപോലെ തന്നെ H2Oക്കകത്ത് NH3നെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് കൂടുതലായതുകൊണ്ട് തന്നെ ഡൈപോൾമെൻറ്റ് ഏറ്റവും കൂടുതലും H2Oക്കായിരിക്കും. ഓപ്ഷൻ Cക്കകത്തും അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ്. H2O ഗ്രേറ്റർ ദാൻ NH3 ഗ്രേറ്റർ ദാൻ NF3. NF3 is the less dipole molecule because opposite direction of dipole and nitrogen fluorine bond pair direction. Next question. The size of d orbitals in silicon, phosphorus, sulfur and chlorine following the order. Option A, chlorine greater than sulfur greater than phosphorus greater than silicon.
ഓപ്ഷൻ ബി ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഫോസ്ഫറസ് ഗ്രേറ്റർ ദാൻ സൾഫർ ഗ്രേറ്റർ ദാൻ സിലിക്കൺ. ഓപ്ഷൻ സി ഫോസ്ഫറസ് ഗ്രേറ്റർ ദാൻ സൾഫർ ഗ്രേറ്റർ ദാൻ സിലിക്കൺ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ സിലിക്കൺ ഗ്രേറ്റർ ദാൻ ഫോസ്ഫറസ് ഗ്രേറ്റർ ദാൻ സൾഫർ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ. ഇവിടെ നോക്കുമ്പം ഇവിടെ ഈ 4 എലമെൻറ്റും സെയിം പീരീഡിലാണ് വരുന്നല്ലേ. സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. സിലിക്കൺ ആക്റ്റീവ് നമ്പർ 14, ഫോസ്ഫറസ് 15, 16 ആൻഡ് 17. സെയിം പീരീഡിലാകുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ വ്യത്യാസം ഉണ്ടാകും? ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകും, അതുപോലെ തന്നെ സൈസിന് വ്യത്യാസം ഉണ്ടാകും, ഓക്സിഡേഷൻ നമ്പറിന് വ്യത്യാസം ഉണ്ടാകും. ഒത്തിരി കാര്യമുണ്ട്. നമ്മളിവിടെ നോക്കേണ്ടത് എന്താ പറഞ്ഞിരിക്കുന്നത്? സൈസ് ഓഫ് ദി ഡി ഓർബിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഡി ഓർബിറ്റിൻ്റെ സൈസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് പോകും തോറും, അതായത് സിലിക്കണിൽ നിന്ന് ക്ലോറിനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൈസ് ഡിക്രീസ് ചെയ്യുന്നു. സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസസ്, മൂവ് ടു ലെഫ്റ്റ് ടു റൈറ്റ്. അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡി ഓർബിറ്റലിൻ്റെ സൈസ് എങ്ങനെയാകും? ഡി ഓർബിറ്റൽ സൈസ് ഓൾസോ ഡിക്രീസസ് വിത്ത് ഡിക്രീസസ് ഇൻ സൈസ് ഓഫ് എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡി ഓർബിറ്റലിൻ്റെ സൈസും ഡിക്രീസ് ആകും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സെയിം പീരീഡിലുള്ള എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും സൈസ് കുറവ് ക്ലോറിനായിരിക്കും, ഏറ്റവും സൈസ് കൂടുതൽ സിലിക്കണുമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഓർഡറിൽ തന്നെ ഉള്ളതാണ്. സിലിക്കൺ, സൾഫർ, സിലിക്കൺ ഗ്രേറ്റർ ദാൻ ഫോസ്ഫറസ് ഗ്രേറ്റർ ദാൻ സൾഫർ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ. ഈ ഓർഡർ ആയിരിക്കും അവിടുത്തെ ഡി ഓർബിറ്റിൻ്റെ സൈസിൻ്റെ ഡിക്രീസിങ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, താങ്ക് യു.